അന്ധവിശ്വാസങ്ങളും പരസ്പരമുള്ള ശത്രുതയും മതാധിപത്യവുമൊക്കെ മനുഷ്യരെ എവിടെയാണ് എത്തിക്കുക എന്നതിന് ചരിത്രത്തിൽ അനവധി ഉദാഹരണങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചരിത്രത്തിലെ ഏറ്റവും മനുഷ്യത്വരഹിതമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു വിച്ച് ഹണ്ട്. നിരപരാധികളായ മനുഷ്യരെ, കൂടുതലായും സ്ത്രീകളെ, വിച്ച് അഥവാ ദുർമന്ത്രവാദി അല്ലെങ്കിൽ സാത്താന്റെ സേവകർ എന്ന് മുദ്രകുത്തി കൂട്ടത്തോടെ കൊന്നൊടുക്കിയ സംഭവമാണ് ഈ വിച്ച് ഹണ്ട്. ക്രൈസ്തവ മതമേലാളന്മാരുടെ നേതൃത്വത്തിൽ യൂറോപ്പിലും ബ്രിട്ടീഷ് അമേരിക്കയിലുമാണ് ഇത് പ്രധാനമായും നടന്നത്. 1450നും 1750നും ഇടയ്ക്ക് ഏകദേശം 35,000 മുതൽ 1,00,000 മനുഷ്യർ ഇതിന് ഇരയായിട്ടുണ്ട്. മന്ത്രവാദം, അതീന്ദ്രിയ ശക്തി എന്നിവയിലേക്കുള്ള വിശ്വാസം ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നു. ബഹുദൈവ വിശ്വാസികളായ പാഗൻസിന്റെ വിശ്വാസപ്രകാരമുള്ള വിച്ച് എന്ന സങ്കല്പത്തെ ക്രിസ്ത്യാനിറ്റി ആദ്യം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പിന്നീട് സഭയിൽ പിളർപ്പുണ്ടാകുകയും പ്രൊട്ടസ്റ്റന്റ്സ് കത്തോലിക്കൻ സംഘർഷം രൂക്ഷമാകുകയും ചെയ്തപ്പോൾ വിച്ച് എന്ന സങ്കല്പത്തെ ഭയാനകമാക്കി പ്രതിഷ്ഠിച്ച് സാത്താന്റെ സേവകരാക്കി മാറ്റി സാധാരണ ജനങ്ങളിൽ ഭയം സൃഷ്ടിച്ച് ആ ഭയത്തെ ഉപയോഗപ്പെടുത്തി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇരു സഭകളും ശ്രമിച്ചു. സാത്താനെ സേവിച്ച് മാന്ത്രിക ശക്തികൾ നേടിയെടുക്കുന്ന ദുഷ്ടശക്തികളാണ് വിച്ചസ് എന്നൊരു ഭാഷ്യം ചർച്ച് വഴി യൂറോപ്പിലുടനീളം വ്യാപിച്ചു. 1400കളുടെ അവസാനം ഔദ്യോഗികമായി തന്നെ വിച്ച് ഹണ്ട് നടത്താനുള്ള അനുമതി പോപ്പ് ചില ആളുകൾക്ക് നൽകി. അക്കാലത്തുള്ള മനുഷ്യരുടെ അന്ധവിശ്വാസങ്ങളും അറിവില്ലായ്മയും ഇത്തരം കാര്യങ്ങൾക്ക് ആക്കം കൂട്ടി. തങ്ങളുടെ വളർത്തുമൃഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, വിളവ് മോശമായാൽ, ചാപിള്ളകൾ ഉണ്ടായാൽ അതൊക്കെ മന്ത്രവാദം കൊണ്ടാണെന്ന് അന്നത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. കുഞ്ഞുങ്ങളെ കൊന്ന് അവരുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് വിച്ചസ് അവരുടെ മാന്ത്രിക വിദ്യകൾ കരസ്ഥമാക്കിയിരുന്നത് എന്നൊരു വിശ്വാസവും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒടിയൻ സങ്കല്പം പോലെ. യൂറോപ്പിലെ അതിശൈത്യവും അതിനെ തുടർന്നുണ്ടായ ദാരിദ്ര്യവും അവരുടെ പ്രശ്നങ്ങൾക്ക് പുറകിൽ ഒരു കാരണത്തെ, അത് തെറ്റാണെങ്കിലും, സൃഷ്ടിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. അതോടൊപ്പം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ, മതപരമായി ജീവിക്കാത്തവരെ, വിധവകളായ സ്ത്രീകളെ, മാനസികാരോഗ്യം കുറഞ്ഞവരെ, പല പുരുഷന്മാരുമായി ലൈംഗിക ബന്ധം പുലർത്തുന്ന സ്ത്രീകളെയൊക്കെ ചിലർ സ്വന്തം ലാഭത്തിനു വേണ്ടി മന്ത്രവാദികളായി ചിത്രീകരിക്കാൻ തുടങ്ങി. ഒപ്പം കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കിൽ പക പോക്കാനും ചിലർ മറ്റുള്ളവരെ വിച്ചാക്കുന്ന പ്രക്രിയ ഉപയോഗിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിയെടുക്കാനും ഈ എളുപ്പ വഴി ചിലർ ഉപയോഗിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് കുറച്ചധികം സ്വത്തുക്കളുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ. വിച്ച് എന്ന് പറയപ്പെടുന്നവരെ കോടതിയിൽ ഹാജരാക്കുകയും വാദങ്ങൾ കേൾക്കുകയും ശിക്ഷ വിധിക്കുകയുമായിരുന്നു നടന്നിരുന്നത്. താൻ വിച്ചല്ലെന്ന് തെളിയിക്കാനുള്ള ബാധ്യത കുറ്റം ചുമത്തപ്പെട്ട ആൾക്കായിരുന്നു. അതികഠിനമായ ടോർച്ചറുകൾ ഇത്തരത്തിൽ കുറ്റം ചുമത്തപ്പെട്ടവർക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നു. പലരും പലപ്പോഴും ടോർച്ചർ സഹിക്കവയ്യാതെ കുറ്റസമ്മതം നടത്തിയിരുന്നു. അറിവില്ലായ്മയും അന്ധവിശ്വാസങ്ങളും നയിച്ചിരുന്ന ജനങ്ങളിൽ ഭൂരിഭാഗവും വിച്ച് ഹണ്ടിനെ ഒരു നല്ല പ്രവൃത്തിയായാണ് കണ്ടത്. തങ്ങൾ ലോകത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് ഇതെന്ന് വിച്ച് ഹണ്ട് നടത്തിയിരുന്നവരും വിശ്വസിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വിചാരണകളിൽ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച ഒന്നായിരുന്നു സേലം വിച്ച് ട്രയൽ. 1692നും 93നും ഇടയിൽ ബ്രിട്ടീഷ് അമേരിക്കയിലെ സേലം എന്ന ഗ്രാമത്തിലും പരിസര പ്രദേശത്തുമായി നടന്ന ഈ ട്രയലിൽ 200ഓളം ആളുകളെ കുറ്റാരോപിതരായി കാണുകയും 30 പേർ കുറ്റം ചെയ്തതായി തെളിയിക്കപ്പെടുകയും അതിൽ 20 പേരെ വധിക്കുകയും ചെയ്തു. കുറ്റാരോപിതരിൽ 4 വയസ്സുള്ള ഒരു പെൺകുട്ടി വരെ ഉണ്ടായിരുന്നു. സേലം അവിടുത്തെ ആളുകൾ തമ്മിലുള്ള പരസ്പര ശത്രുതയ്ക്ക് പേരുകേട്ട സ്ഥലമായിരുന്നു അന്ന്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ പല ഗ്രൂപ്പുകൾ തമ്മിൽ ഉണ്ടായിരുന്നു. 1692 ഫെബ്രുവരിയിൽ അവിടെ ജീവിച്ചിരുന്ന 9ഉം 11ഉം വയസ്സുമുള്ള 2 പെൺകുട്ടികൾ അസാധാരണമായ ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അവർ അസാധാരണമായ ശബ്ദത്തിൽ അലറാനും സാധനങ്ങൾ വലിച്ചെറിയാനും ചില പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനും തുടങ്ങി. ശരീരം പ്രത്യേക രീതിയിൽ വളച്ചൊടിക്കുകയും വീട്ടിലെ ഫർണിച്ചറുകൾക്കടിയിൽ ചുരുണ്ടുകൂടുകയും ചെയ്തു. തങ്ങളെ ആരോ പിന്നുകൊണ്ട് കുത്തുന്നത് പോലെയും പിച്ചുന്നത് പോലെയും അനുഭവപ്പെടുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. തുടർന്ന് ഗ്രാമത്തിലെ മറ്റു ചില പെൺകുട്ടികളും ഇതേ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. അവരെ പരിശോധിച്ച ഡോക്ടർക്ക് ഒരു അസുഖവും കണ്ടെത്താനായില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും മന്ത്രവാദത്തിന്റെ ഫലമാകാമെന്ന് അയാൾ അഭിപ്രായപ്പെട്ടു. ഗ്രാമത്തിലെ ആളുകൾ ആ പെൺകുട്ടികളെ അവിടെയുള്ള വിച്ചസ് ശപിച്ചതായിരിക്കുമെന്ന് ഉറപ്പിച്ചു. പലതരം ടെസ്റ്റുകൾക്കൊടുവിൽ അവർ 3 വിച്ചസിനെ കണ്ടുപിടിച്ചു. സാറാഗുഡ് എന്നു പേരുള്ള ദരിദ്രയായ ഒരു സ്ത്രീ, പള്ളിയിൽ റെഗുലറായി പോകാത്ത ഗർഭിണിയും 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയുമായ സാറാ ഓസ്ബോൺ, അടിമ സ്ത്രീയായ ടിറ്റൂബ എന്നിവരായിരുന്നു അവർ. തുടർന്ന് സേലം വില്ലേജിലും പരിസര പ്രദേശത്തുമുള്ളവർ വിച്ച് ക്രാഫ്റ്റ് നടത്തുന്നവരെ പരതാൻ തുടങ്ങി. മാർച്ചിൽ 4 സ്ത്രീകൾ കൂടി വിച്ച് ക്രാഫ്റ്റിന്റെ പേരിൽ പിടിയിലായി. ഇതിൽ ഒരു സ്ത്രീ പിടിയിലാകാനുള്ള കാരണം അവർ ഈ നടപടിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചതാണ്. ചെറിയ കുട്ടികളുടെ വാക്കുകൾ മുഖവിലക്കെടുത്ത് ആളുകളെ ശിക്ഷിക്കുന്നത് തെറ്റല്ലേ എന്ന ചോദ്യമാണ് അവരെ വിച്ചാക്കി മാറ്റിയത്. മറ്റൊരു സ്ത്രീ പെടാനുള്ള കാരണം അവരുടെ വസ്ത്രധാരണ രീതിയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പല കാരണങ്ങളാൽ വിച്ചാക്കപ്പെട്ടു. പിടിക്കപ്പെട്ടവർ പലതരം ടോർച്ചർ വിധേയരായി. ടോർച്ചർ സഹിക്കവയ്യാതെ അവർ കുറ്റസമ്മതം നടത്തി. അവർക്ക് മറ്റുള്ളവരുടെ പേരുകളും പറയേണ്ടി വന്നു. ശരീരത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള പാടുകൾ, മറുക് എന്നിവയൊക്കെ സാത്താന്റെ അടയാളമായി വ്യാഖ്യാനിക്കപ്പെട്ടു. പച്ചിലകളും മരുന്നുകളും വീടുകളിൽ നിന്ന് കണ്ടെടുക്കുന്നതും വിച്ച് ക്രാഫ്റ്റിന്റെ അടയാളമായി കണക്കാക്കപ്പെട്ടു. സ്പെക്ട്രൽ എവിഡൻസും വിച്ച് ആണെന്നതിനുള്ള തെളിവായി സ്വീകരിച്ചിരുന്നു. അതായത് സാക്ഷി തന്റെ സ്വപ്നത്തിൽ വിച്ച് എന്ന് ആരോപിക്കപ്പെട്ടവരുടെ രൂപം കണ്ടാലൊക്കെ അത് തെളിവായി സ്വീകരിച്ചിരുന്നു. ഒടുവിൽ ട്രയൽ അവസാനിച്ചപ്പോഴേക്കും 14 സ്ത്രീകളെയും 5 പുരുഷന്മാരെയും കുറ്റം ആരോപിച്ച് തൂക്കിക്കൊല്ലുകയും ഒരാളെ
അയാളെ കല്ലുകൾക്കിടയിൽ വെച്ച് ഞെരുക്കി കൊല്ലുകയും ചെയ്തു. കുറ്റസമ്മതം നടത്താൻ വിസമ്മതിച്ചതിനെ തുടർന്നായിരുന്നു അബ്രഹാമിക് ലോ അനുസരിച്ച് ഒരാളെ അയാളുടെ നെഞ്ചിൽ കല്ലുകൾ കയറ്റിവെച്ച് കുറ്റസമ്മതം നടത്തിക്കാൻ ജഡ്ജി തീരുമാനിച്ചത്. കുറ്റസമ്മതം നടത്താത്തതിനാൽ 2 ദിവസങ്ങൾക്ക് ശേഷം കല്ലുകളുടെ ഭാരം താങ്ങാനാവാതെ അയാൾ മരിച്ചു. സേലത്തിലെ പെൺകുട്ടികൾക്ക് അന്ന് എന്തായിരിക്കാം സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പിന്നീട് പല ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട്. അതിലെ നിഗമനങ്ങൾ പറയുന്നത് ഒന്നുകിൽ അവിടുത്തെ അപ്പോഴത്തെ സാഹചര്യം വെച്ച് അവർക്ക് ഹിസ്റ്റീരിയ പോലെ എന്തെങ്കിലും വന്നതാകാം എന്നാണ്. പൂപ്പൽ പിടിച്ച ബ്രെഡ് കഴിച്ചുണ്ടായ ഹാലുസിനേഷൻ ആകാം എന്നൊരു അഭിപ്രായവുമുണ്ട്. എർഗോട്ടിസം എന്നാണ് അതിന് പറയുക. അതുമല്ലെങ്കിൽ എന്തെങ്കിലും പകർച്ചവ്യാധി കാരണമുണ്ടായ എൻസെഫലൈറ്റിസ് ആയിരിക്കാം അവർക്ക് സംഭവിച്ചത്. ചില കുട്ടികൾ മറ്റു കുട്ടികൾക്ക് കിട്ടുന്ന അറ്റൻഷൻ കണ്ട് ഇത് ഫേക്ക് ചെയ്തതാകാം എന്നൊരു അഭിപ്രായവുമുണ്ട്. എന്തു തന്നെയായാലും ഈ കുട്ടികളെ അവരുടെ മാതാപിതാക്കൾ തങ്ങളുടെ കുടുംബ ശത്രുക്കളെ ഒതുക്കാനുള്ള ഒരു ടൂളായി ഉപയോഗിച്ചതിലൂടെയാണ് കൂടുതൽ ആളുകൾ കുറ്റാരോപിതരായത് എന്നൊരു തിയറിയുമുണ്ട്. സ്ത്രീകളായിരുന്നു വിച്ച് ഹണ്ടിന്റെ മുഖ്യര. സ്ത്രീകൾ ദുർബലരായതുകൊണ്ട് സാത്താന് അവരെ എളുപ്പത്തിൽ വശീകരിക്കാൻ കഴിയുമെന്ന മതചിന്തയായിരുന്നു സ്ത്രീകളെ കൂടുതൽ വേട്ടയാടുന്നതിന് പുറകിലെ കാരണം. പ്യൂരിറ്റൻ വിശ്വാസമനുസരിച്ച് സ്ത്രീകൾ ജന്മനാ പാപികളും പുരുഷനെ അപേക്ഷിച്ച് മാനസികമായി ദുർബലകളുമാണ്. സ്ത്രീകളുടെ ആത്മാവ് അവളുടെ ദുർബലമായ ശരീരത്തിൽ വലിയ പ്രൊട്ടക്ഷനൊന്നും ഇല്ലാതെ ഇരിക്കുന്നതിനാൽ അതിനെ സ്വന്തമാക്കാൻ സാത്താന് എളുപ്പമാണ്. അന്നത്തെ കാലത്തെ സ്ത്രീകളും പുരുഷന്മാരും ഇത് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും തങ്ങൾ യഥാർത്ഥത്തിൽ വിച്ചസ് ആണെന്നും സാത്താന്റെ വലയത്തിലാണെന്നും കരുതിയിരുന്നു. പ്യൂരിറ്റൻ സൊസൈറ്റിയുടെ ആശയങ്ങൾക്ക് യോജിക്കാത്ത സ്ത്രീകളാണ് കൂടുതലായും കുറ്റാരോപിതരാക്കപ്പെട്ടത്. വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ, കുട്ടികളില്ലാത്ത സ്ത്രീകൾ, കുറെ പുരുഷന്മാരുമായി ബന്ധമുള്ള സ്ത്രീകൾ ഇതൊക്കെ അതിൽപ്പെടും. ഭർത്താവിന് ഭാര്യയെ ഒഴിവാക്കാനും അമ്മായിയച്ഛന് മരുമകളെ ഒഴിവാക്കാനും വിച്ച് ക്രാഫ്റ്റ് എന്ന ടൂൾ ഉപയോഗപ്രദമായി. വിച്ച് എന്ന് ആരോപിച്ചാൽ മാത്രം മതിയായിരുന്നു. കാത്തലിക് പുരോഹിതനായ ഹൈൻറിച്ച് ക്രാമർ 1486 എഴുതിയ മാലിയസ് മാലിഫ്ലിക്കാറം വിച്ച് ക്രാഫ്റ്റ് ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ്. വിച്ചസിനെ എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ ടോർച്ചർ ചെയ്യാം, എങ്ങനെ കൺഫസ് ചെയ്യിപ്പിക്കാം, എങ്ങനെ കൊല്ലാം എന്നൊക്കെ വിശദീകരിക്കുന്ന ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വളരെ പ്രസിദ്ധമായിരുന്നു അന്ന്. വിച്ച് ഹണ്ടിൽ കുപ്രസിദ്ധനായിരുന്ന മാത്യു ഹോപ്കിൻസ് എന്ന പ്യൂരിറ്റാൻ വിച്ചസ് ആണോ എന്ന് മനസ്സിലാക്കാൻ ചില ടെസ്റ്റുകൾ ഉപയോഗിച്ചിരുന്നു. വിച്ച് എന്ന് സംശയിക്കുന്ന ആളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ശരീരത്തിൽ എന്തെങ്കിലും പാടുണ്ടോ എന്ന് പരിശോധിക്കുക, വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം പൊങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക, സൂചി കൊണ്ട് ശരീരത്തിൽ കുത്തുക എന്നിവയൊക്കെയായിരുന്നു ചില ടെസ്റ്റുകൾ. അന്ധവിശ്വാസം, അറിവില്ലായ്മ, ദാരിദ്ര്യം, അരക്ഷിതാവസ്ഥ എന്നിവയെ മതം മുതലെടുക്കുമ്പോൾ ഇത്തരം മാസ് ഹിസ്റ്റീരിയകളും മോബ് ലിഞ്ചിങ്ങും ലോകത്തിൽ എവിടെയും വീണ്ടും ആവർത്തിക്കപ്പെട്ടേക്കാം. വിച്ച് ഹണ്ട് അല്ലെങ്കിൽ പോലും അതിന്റെ മറ്റു പല നേരിയ വേർഷൻസ് ഉപയോഗിച്ച് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട പല ജനതയെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.